ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. ഈ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, പിന്നെ ഒരു മുട്ട, 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ 1/2 കപ്പ് വെള്ളം, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ബാറ്റർ റെഡിയാക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം കുറഞ്ഞ് പോവേ അങ്ങനെ കട്ടിയൊക്കെ തോന്നിക്കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കണ്ട, പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ. അടുത്ത് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന ചെമ്മീൻ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക, 2 കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വലുതായതുകൊണ്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി വരാനാണ്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൽ വെള്ളം വന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള, മീഡിയം സൈസ്ഡ് സവാളാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കുക. നേരത്തെ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ളതുകൊണ്ട് പിന്നെ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ദോശ ആക്കി എടുക്കുകയാണ്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാണ്. ഇനി ഇതൊരു കയ്യിൽ സെൻറ്ററിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഒരു റൗണ്ടിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ആയ ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. അത് അതിന് ശേഷം ഒന്നുകൂടി ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പം പിന്നെ അധികം മുരിയേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങനെ ഓരോ ദോശ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഫോൾഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു സൈഡ് ആ മസാല കവർ ചെയ്യുന്ന രീതിയിൽ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മൈദയും വെള്ളം കൂടിയും ചേർത്തിട്ട് പേസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിന് മേലെ തേച്ചിട്ട് മറ്റേ സൈഡും കൂടി ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ 4 ഭാഗവും അതുപോലെ മൈദ തേച്ചിട്ട് മടക്കി വെക്കുക. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഓയിൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.